നന്നായിട്ട് ഡ്രീം ചെയ്യൂ, വിശദമായിട്ട് എഴുതിക്കോളൂ. അത് ഓരോ വരി എഴുതുമ്പോഴും എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അതിലെ ഓരോ വരി എഴുതുമ്പോഴും ഞാൻ അന്ന് കണ്ടിരുന്നു, ഒരു 55-60 വയസ്സായ ശേഷം എൻ്റെ മുന്നിൽ സങ്കടവുമായിട്ട് വരുന്ന ഒരാൾ എൻ്റെ മുന്നിൽ വരുന്നതും ഞാൻ അവർക്ക് ദൃഷ്ടിയിൽ നിന്ന് വൈബ്രേഷൻ കൊടുക്കുന്നതും ആ കരയുന്ന കണ്ണുനീര് വറ്റിപ്പോകുന്നതായിരിക്കുന്നൊരു മുഖം, എൻ്റെ ദുഃഖം എന്തെന്ന് മറക്കുന്ന ഒരു മനുഷ്യൻ, എന്നോടൊരാൾ സങ്കടം പറഞ്ഞു കഴിയുമ്പോൾ അതിന് സൊല്യൂഷൻ അവർക്ക് കിട്ടുന്നതായിരിക്കുന്നൊരു വിധി, അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ പറയുന്നതായിരിക്കുന്ന കാര്യം അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നുകൊണ്ട് ഊർജ്ജവുമായ ഒരു ജീവിതത്തിൽ ഞാൻ എന്ത് നേടും എന്ന് പറഞ്ഞു പോകുന്നതായിട്ടൊരു വ്യക്തി. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ വിഷ്വലൈസ്ഡ് ആയിട്ടുള്ള എൻ്റെ ലൈഫിൻ്റെ ഡ്രീമായിരുന്നു. ദ ലാസ്റ്റ് വിഷൻ. അങ്ങനെ ഒരാളായിട്ട് ഈ ദേഹത്തോടും ദേഹത്തിൻ്റെ ലോകത്തോടും യാതൊരുവിധ മോഹവും ഇല്ലാതെ എല്ലാം എല്ലാവർക്കും കൊടുത്തിട്ട് ഇവിടുന്ന് എനിക്ക് പറന്നു പോകണം എന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ആ ഒരു വിഷൻ, അതിനെക്കുറിച്ച് ഞാൻ എഴുതുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആളുടെ ദുഃഖം ഇല്ലാതായി. ഞാൻ അവരെ മുഖത്ത് നോക്കുന്നു, അവർക്ക് കണ്ണുകളിലേക്ക് നോക്കുന്നു, എൻ്റെ ഉള്ളിൽ നിന്ന് ആ ശക്തി പകർന്നു പോകുന്നു, അവരുള്ള ഊർജ്ജം നിറയുന്നു, അവരതായി മാറുന്നു, അവരുടെ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പോലും മറക്കുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ചതായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഒരു പക്ഷേ ഞാൻ അത് പറയുമ്പോൾ വീണ്ടും നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ രീതിയിൽ നമ്മുടെ ലൈഫിലുള്ളതായിരിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിൻ്റെ ഹയസ്റ്റ് വിഷൻ ഇന്ന് നമ്മൾ കാണണം. ഫസ്റ്റ് സ്റ്റേജ് അത് തന്നെയാണ്. ആ വിഷൻ തന്നെയാണ് നമ്മൾ എന്തൊക്കെ തടസ്സങ്ങൾ വരുമ്പോഴും, ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലം വന്നേക്കാം, സിറ്റുവേഷൻ നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കിയിരിക്കാം, റിലേഷൻസിനുള്ളിൽ നമുക്ക് പ്രോബ്ലം വന്നേക്കാം, ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നേക്കാം, അല്ലെങ്കിൽ ലോകത്തിൽ മൊത്തം ഉള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ വന്നേക്കാം. എന്ത് തന്നെ മുന്നിൽ വരുമ്പോഴും ആ സിറ്റുവേഷനിലൊക്കെ നമ്മൾ കടന്നു പോകും. അവിടേക്ക് വേണ്ടി നമുക്കൊരു മാജിക് വേൾഡ് തുറന്നു വരുമെന്നല്ല. പക്ഷേ എൻ്റെ അനുഭവം ഈ ഒരു എയിം ആയിക്കൊണ്ട് ഞാൻ മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ രോഗം വന്ന് കിടപ്പിലായ അവസ്ഥയുണ്ടായി. അന്നും പഠിക്കാനും മെഡിറ്റേഷൻ്റെ ആഴത്തിൽ അനുഭവം